ശുഭ്മാൻ ഗിൽ നിലവിൽ ലോക ഏകദിന റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ പ്രകടനം അതിഗംഭീരമായിരുന്നു, പ്രത്യേകിച്ച് 2023-ൽ. എന്നാൽ യശസ്വി ജയ്സ്വാളിൻ്റെ അരങ്ങേറ്റത്തോടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ രാജകുമാരൻ്റെ കിരീടത്തിന് ഇളക്കം സംഭവിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം. ടെസ്റ്റ് ക്രിക്കറ്റിലും T20യിലും ശുഭ്മാൻ ഗില്ലിനെ മാറ്റി യശസ്വി ജയ്സ്വാളിനെ ഓപ്പണിങ്ങിൽ ഇടം നൽകി കഴിഞ്ഞു. ടീമിന് പുറത്തായിരുന്ന ജയ്സ്വാൾ രോഹിത് ശർമ്മയ്ക്കൊപ്പം സ്ഥിരം ഓപ്പണറായി കടന്നു വന്നു. T20 ലോകകപ്പിൽ വിരാട് കോഹ്ലിയും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടതോടുകൂടി ഇന്ത്യ ഗില്ലിനെ പാടെ തഴയുകയാണ് എന്ന പ്രതീതി ഉണ്ടാക്കി. എന്നാൽ രോഹിത് ശർമ്മ വിരമിച്ചപ്പോൾ ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിക്കൊണ്ട് താരത്തിൻ്റെ ഭാവിയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പ്രതീക്ഷകൾ എന്ന് BCCI പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ടെസ്റ്റിലും T20യിലെയും പോലെ ഏകദിനത്തിലും ശുഭ്മാൻ ഗില്ലിനെ മാറ്റി ജയ്സ്വാളിനെ ഇന്ത്യ പരീക്ഷിക്കുമോ? നിഗമനത്തിലെത്തും മുമ്പ് മുൻ ഇന്ത്യൻ താരം ദിനേശ് കാർത്തിക്കിൻ്റെ അഭിപ്രായം നോക്കാം. കാർത്തിക്കിൻ്റെ അഭിപ്രായത്തിൽ ഏകദിനത്തിൽ സ്ഥിരം ഓപ്പണറാവാൻ ജയ്സ്വാൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ബാക്കപ്പ് ഓപ്പണറാകാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ വരുന്ന പരമ്പരകളിൽ രോഹിത് ഗിൽ തന്നെ ഇന്നിംഗ്സ് തുടങ്ങാനാണ് സാധ്യത. രോഹിത് ശർമ്മ വിരമിച്ചാൽ പവർ പ്ലേയിൽ അക്രമോത്സുകതയോടെ കളിക്കാൻ ജയ്സ്വാളിനെ ഓപ്പണറാക്കി ശുഭ്മാൻ ഗില്ലിനെ മധ്യനിരയിലേക്ക് മാറ്റണം എന്ന ചോദ്യത്തിനും കാർത്തിക് മറുപടി നൽകുന്നു. രോഹിത്തും ശുഭ്മാനും ഒരു മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടാണെന്നും ജയ്സ്വാളിന് ബാക്കപ്പ് ഓപ്പണറാകാൻ മാത്രമാണ് ഇപ്പോൾ സാധ്യതയുള്ളതെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. എന്നാൽ ശുഭ്മാൻ ഗിൽ മോശം പ്രകടനം തുടർന്നാൽ ജയ്സ്വാൾ അവസരം ലഭിക്കുമെന്നും കാർത്തിക് കൂട്ടിച്ചേർക്കുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഓപ്പൺ ചെയ്യുമോ എന്ന ചോദ്യത്തിന് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇന്ത്യ 3 മത്സരങ്ങൾ കളിക്കാനുണ്ടെന്നും അവിടെയും അവർ തന്നെ ഓപ്പൺ ചെയ്യുമെന്നാണ് കരുതുന്നതെന്നും കാർത്തിക് പറയുന്നു. എന്നാൽ ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ശുഭ്മാൻ്റെ പ്രകടനം മോശമായാൽ കാര്യങ്ങൾ മാറിമറിയാം. അവസാനമായി കളിച്ച ഏകദിന പരമ്പര ഇന്ത്യക്ക് നല്ല ഓർമ്മയല്ല. ശ്രീലങ്കയോട് ഇന്ത്യ 2 മത്സരങ്ങൾ തോറ്റു. ആദ്യ മത്സരം ടൈ ആയിരുന്നു. രോഹിത് ശർമ്മയൊഴികെ മറ്റാരും ബാറ്റിങ്ങിൽ തിളങ്ങിയില്ല. ശുഭ്മാൻ അമ്പേ പരാജയപ്പെട്ടു. ഇംഗ്ലണ്ടിലും അദ്ദേഹം പരാജയപ്പെട്ടാൽ മാറ്റി നിർത്തപ്പെടുമെന്നാണ് കാർത്തിക് പറയുന്നത്. അജിത് അഗാക്കറും സെലക്ഷൻ കമ്മിറ്റിയും ശുഭ്മാൻ ഗില്ലിൽ വലിയ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. 3 ഫോർമാറ്റിലും മികവ് പുലർത്തുന്ന താരമാണ് ശുഭ്മാനെന്നും ഇന്ത്യയുടെ ഭാവി നായകനായി അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരിക ലക്ഷ്യമെന്നും അഗാക്കർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ജയ്സ്വാൾ T20യിലും ടെസ്റ്റിലും ശുഭ്മാൻ ഗില്ലിനെ മറികടന്നു എന്നത് വസ്തുതയാണ്. ഏകദിനത്തിലും അദ്ദേഹത്തിന് അവസരം നൽകണമെന്ന് മുറവിളികൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. T20 ലോകകപ്പിൽ ജയ്സ്വാളിനെ പ്രധാന ടീമിലും ഗില്ലിനെ റിസർവ് താരവുമായിട്ടാണ് തിരഞ്ഞെടുത്തത്. സിംബാബ്വെ പരമ്പരയിൽ ഇരുവരും കളിച്ചപ്പോൾ ജയ്സ്വാളിൻ്റെ ശരാശരി 70ഉം ഗില്ലിൻ്റേത് 42ഉം ആയിരുന്നു. ജയ്സ്വാൾ 165 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയപ്പോൾ ഗില്ലിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വെറും 125 ആയിരുന്നു. ടെസ്റ്റിൽ ജയ്സ്വാൾ ശുഭ്മാൻ ഗില്ലിനേക്കാൾ വളരെ മുന്നിലാണ്. 9 മത്സരങ്ങളിൽ നിന്ന് 712 റൺസ് നേടിയ ജയ്സ്വാളിൻ്റെ ശരാശരി 89 ആണ്. വരുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ ഓസീസിന് ഏറ്റവും വലിയ വെല്ലുവിളി ജയ്സ്വാൾ ആയിരിക്കുമെന്ന് ഓസീസ് സ്പിന്നർ നെതാൻ ലിയോൺ പോലും പറയുന്നു. അവസരം കിട്ടിയപ്പോഴെല്ലാം അസാധാരണമായ മികവ് പുലർത്താത്ത താരമാണ് ജയ്സ്വാൾ. എന്നാൽ ഗില്ലിനെ മാറ്റി അദ്ദേഹത്തിന് സ്ഥാനം പിടിക്കാനാകുമോ എന്നതാണ് ചോദ്യം. നമുക്കറിയില്ല. എന്നാൽ അടുത്ത വർഷം നിർണായകമായ പരമ്പരകൾ വരാനിരിക്കെ യശസ്വി ജയ്സ്വാൾ ഇന്ത്യൻ ടീമിൽ നിർണായക സാന്നിധ്യമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ശുഭ്മാൻ ഗില്ലിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള സമ്മർദ്ദം ഇരട്ടിയാക്കും. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗില്ലിനുമേൽ അതിസമ്മർദ്ദമുണ്ടാകുമോ? അവിടെ അദ്ദേഹം പരാജയപ്പെട്ടാൽ ജയ്സ്വാളിന് അവസരം ലഭിക്കുമോ? ഇതെല്ലാം നമുക്ക് കണ്ടറിയാം. എന്നാൽ ജയ്സ്വാളിന് അവസരം ലഭിച്ചാൽ അദ്ദേഹം തീർച്ചയായും ശുഭ്മാൻ ഗില്ലിനെ മാറ്റി സ്ഥാനം പിടിക്കുമെന്ന കാര്യത്തിൽ ആരാധകർക്ക് യാതൊരു സംശയവുമില്ല.